അഷ്ടമുടി കായലിന്റെ പെരുമ വിളിച്ചോതി പ്രാക്കുളം LP സ്കൂളിൽ കായൽ മത്സ്യങ്ങളുടെ പ്രദർശനം. കൂടാതെ കുട്ടികൾ വീടുകളിൽ നിന്ന് പാചകം ചെയ്ത് മത്സ്യ വിഭവങ്ങളുടെ ഭക്ഷ്യമേളയും ഉണ്ടായിരുന്നു. അതും പുതുമയായി. കേട്ടറിവ് മാത്രമുള്ള മത്സ്യങ്ങൾ, പള്ളത്തിയും മഞ്ഞക്കണുമ്പും പ്രാച്ചിയും കുഴവാലിയുമെല്ലാം കൺമുന്നിൽ. 30-ലധികം ഇനത്തിൽപ്പെട്ട മത്സ്യങ്ങൾ വിദ്യാർത്ഥികളുടെ മുന്നിൽ. ഇവയെ നേരിട്ട് കണ്ടതോടെ കുട്ടികൾ അക്ഷരാർത്ഥത്തിൽ സന്തോഷത്തിലായി. രുചിയുടെ കലവറ തുറന്ന ഭക്ഷ്യമേളയും. കല്ലുമ്മക്കായ അമ്മ ഉണ്ടാക്കി തന്നെ. മീൻ കറി, കൊഞ്ച്, ഞണ്ട് എല്ലാം കൊണ്ട്. 300ഓളം വരുന്ന സ്കൂൾ കുട്ടികളിൽ ഭൂരിഭാഗം പേരും മേളയുടെ ഭാഗമായി. കുരുന്നുകൾക്കും ഇതൊരു പുതിയ അനുഭവമായിരുന്നു. പരിപാടിയിൽ കവി കുരീപ്പുഴ ശ്രീകുമാർ മുഖ്യാതിഥിയായി എത്തി. പഠിച്ചിട്ടുണ്ട്, കൈതപ്പൊത്തേൽ വെച്ചിട്ടുണ്ട്, അപ്പം തന്നാൽ ഇപ്പം പാടാം. സ്കൂൾ മുന്നോട്ട് വെച്ച ആശയം രക്ഷിതാക്കളും രക്ഷാകർതൃ സംഘടനകളും ഇരു കൈയും നീട്ടി സ്വീകരിച്ചു. ഇതോടെയാണ് പരിപാടി ഗംഭീരമായത്. ഈ അഷ്ടമുടിക്കായലിൻ്റെ മത്സ്യ സമ്പത്ത് എന്ന് പറയുന്നത് ലോക പ്രസിദ്ധമായിട്ടുള്ള ഒന്നാണ്. കൊപ്ലിമീൻ, അതല്ലെങ്കിൽ നറും കൂഴാലി എന്നൊക്കെ ശ്രീമാറിയേട്ടൻ പ്രയോഗിക്കുമ്പോൾ ഇത് കണ്ടിട്ട് പോലുമില്ല. അപ്പോൾ അതൊന്ന് കാണണം എന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം ഞങ്ങളുടെ അധ്യാപകരുടെ യോഗത്തിൽ പറഞ്ഞപ്പോൾ വലിയ ഒരു പിന്തുണയാണ്. മാതൃഭൂമി ന്യൂസ്, കൊല്ലം. കണ്ണൻ നായരുണ്ട്. ഗുഡ് മോർണിംഗ് കണ്ണൻ. ഞാനിങ്ങനെ വളരെ കൗതുകത്തോടുകൂടി കണ്ണൻ്റെ റിപ്പോർട്ട് കണ്ടു നിൽക്കുകയായിരുന്നു. കാരണം എന്താണെന്നറിയോ, ഒരു കൊല്ലംകാരി ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഈ കൂഴാലിയും മുരലും, അങ്ങനെ ചുണ്ട് നീളമുള്ള മുരലും ഒക്കെ ഒരുപാട് കണ്ടും കഴിച്ചും പരിചയിച്ചവർക്ക് അതെന്തായാലും ഗൃഹാതുരത്വം തന്നെയാണ്. പിന്നെ എനിക്ക് എടുത്തു പറയാനുള്ള ഒരു കാര്യം, ആ കുട്ടികൾക്ക് ഇത്തരത്തിലൊരു കായൽ ഫെസ്റ്റ് സംഘടിപ്പിച്ചത് എന്തായാലും അതിന് ബിഗ് സല്യൂട്ട് കൊടുത്തേ പറ്റൂ. കാരണം ഈ മക്കളൊക്കെ വളർന്ന് വലുതായി ഏതെങ്കിലുമൊക്കെ നാട്ടിൽ പോയാൽ അവർക്ക് ബാക്കിയുള്ളത് ഈ ഓർമ്മകൾ മാത്രമായിരിക്കും, അല്ലേ കണ്ണൻ? തീർച്ചയായിട്ടും മോത്തി. കാര്യം നമ്മുടെ കൊല്ലത്ത് തൃക്കരുവ എന്ന് പറയുന്ന പഞ്ചായത്തിലാണല്ലോ ഈ പ്രാക്കുളം ഉള്ളത്. പ്രാക്കുളം തൃക്കരുവ എന്ന പഞ്ചായത്ത് 3 സ്ഥലത്തും വെള്ളത്താൽ ചുറ്റപ്പെട്ട, അതായത് കായലാൽ ചുറ്റപ്പെട്ട പ്രദേശമാണ്. ഈ പ്രദേശത്ത് പണ്ട് കാലങ്ങളിലുണ്ടായിരുന്ന കുറേയേറെ മത്സ്യങ്ങളുണ്ട്. കാര്യം 40-50 വയസ്സുള്ള ആൾക്കാർക്കൊക്കെ ആ മത്സ്യങ്ങളുടെ പേര്, ഇപ്പോൾ മോത്തി പറഞ്ഞ പോലെ പല മത്സ്യങ്ങളുടെയും പേരുകൾ അറിയാം. പക്ഷേ ഈ കുഞ്ഞുങ്ങൾക്ക് ഇതൊന്നും അറിയില്ല. ഇതൊന്ന് കാട്ടിക്കൊടുക്കാൻ വേണ്ടി, ഇത് എന്താണ് നമ്മുടെ നാട്ടിലുള്ള മത്സ്യങ്ങൾ എന്താണെന്ന് കാട്ടിക്കൊടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു ഫെസ്റ്റ് നടത്തിയത്. ആദ്യം അധ്യാപകരുടെ യോഗത്തിലാണ് ആദ്യമായിട്ടൊരു ചർച്ച നടന്നത്. അതിനുശേഷം അധ്യാപകർ മാത്രമല്ല രക്ഷകർത്താക്കൾ കൂടി ഈ കാര്യത്തിൽ ഏറ്റെടുക്കുകയും അവർക്ക് കിട്ടാവുന്ന സ്ഥലങ്ങളിൽ നിന്നെല്ലാം ഇത്തരത്തിലുള്ള മീനുകളെ പിടിച്ചുകൊണ്ട് വന്നു. ഏതാണ്ട് 75-80 ഇനത്തിലുള്ള മത്സ്യങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഒരു 30 ഇനത്തിൽപ്പെട്ട ആ മത്സ്യങ്ങൾ മാത്രമാണ് ലഭിച്ചത്. അതിനകത്ത് നമ്മൾ ആ ദൃശ്യങ്ങളിൽ കണ്ടതാണ് മുരിങ്ങ എന്ന് പറയുന്ന സാധനമാണ്. നമ്മൾ മുരിങ്ങ എന്ന് പുറമേ കാണുന്ന ആൾക്കാർ കരുതുന്നത് നമ്മൾ കറി വെക്കാനൊക്കെ ഉപയോഗിക്കുന്ന മുരിങ്ങ എന്നുള്ള ആ മുരിങ്ങക്കോൽ എന്നൊക്കെ പറയില്ലേ, അതുപോലുള്ള സാധനമാണ്. പക്ഷേ ഇത് അങ്ങനെയല്ല. മുരിങ്ങ എന്ന് പറയുന്ന കല്ലുമ്മക്കായ്ക്ക് സമാനമായിട്ടുള്ള ഒരു മത്സ്യമുണ്ട്. അത് ഈ പ്രദേശത്ത് അഷ്ടമുടി കായലിൻ്റെ പല സ്ഥലങ്ങളിൽ മാത്രമേ ലഭിക്കുകയുള്ളൂ. അങ്ങനെയൊക്കെയുള്ള മത്സ്യങ്ങളെക്കുറിച്ചും മറ്റുള്ള വിഭവങ്ങളെക്കുറിച്ചൊക്കെ തന്നെ കൃത്യമായി ഈ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ വിഭവങ്ങളൊക്കെ തന്നെ അവരുടെ വീട്ടിൽ നിന്ന് ഉണ്ടായിക്കൊണ്ട് വന്നതാണ്. അതിനുശേഷം അവരൊരു ഫെസ്റ്റ് നടത്തി, ഒരു ഭക്ഷ്യമേള നടത്തി. അങ്ങനെയൊക്കെ കുട്ടികൾക്ക് എന്താണ് ഒരുമിച്ച് കൂടുന്നതിൻ്റെ, ആ നാടിൻ്റെ പ്രത്യേകത എന്താണ്, മത്സരത്തിൻ്റെ പ്രത്യേകത എന്താണെന്നൊക്കെ മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു മേളയായി മാറുന്ന ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. അവരൊക്കെ വലിയ സന്തോഷത്തിലാണ്. വരും വർഷങ്ങളിലും ഇതിന് സമാനമായ രീതിയിലുള്ള ഫെസ്റ്റുകൾ നടത്താൻ വേണ്ടിയാണ് രക്ഷിതാക്കളും അധ്യാപകരും തീരുമാനിച്ചിട്ടുള്ളത്.